ഇതുവരെ ഇത്രത്തോളം നമ്മെ അധ്യക്ഷത വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയും നമ്മോട് തിരുവെഴുത്തുകളെ ആധാരമാക്കി സംസാരിക്കുകയും ചെയ്ത പ്രിയ മാത്യു വർഗീസ് പാസ്റ്ററോടും പാട്ടുപാടിയ ഷീല സിസ്റ്ററിനോടും ഒക്കെയുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെയും അറിയിക്കട്ടെ. നമുക്കിങ്ങനെ വീണ്ടും ഒരവസരം ഒരുമിച്ച് കൂടുവാനായി ദാനം ചെയ്ത ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പം വൈകിയതിൽ ദയവായിട്ട് ക്ഷമിച്ചാലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് സർദീസിലെ സഭയോടുള്ള സഭാനാഥനായ ക്രിസ്തുവിന്റെ ആലോചനകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ നാം ചിന്തിച്ചു തുടങ്ങിയത് കർത്താവ് സഭയ്ക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ, സർദീസിലെ സഭയ്ക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. സ്തോത്രം. അതിൽ ഏറ്റവും ആദ്യത്തേത് നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. കർത്താവിന്റെ ഒരു പ്രഖ്യാപനം, കർത്താവിന്റെ ഒരു അംഗീകാരം. സ്തോത്രം. അവർ യോഗ്യന്മാർ ആകയാൽ. യേശു കർത്താവ് ചില ഉപമകൾ പറഞ്ഞപ്പോൾ നമ്മോട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി. നാം ഒക്കെ പലപ്പോഴും പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ഒരു കാര്യവും കൂടെയാണ്, കർത്താവെ, ആ നല്ല ദാസനെ പോലെ ഞങ്ങൾക്കും ആ വിളി കേൾപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമുക്കൊക്കെ ഉണ്ട്. അതെ, കർത്താവിന്റെ സ്വീകാര്യത, കർത്താവിന്റെ അംഗീകാരം, അതാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. കർത്താവ് പറയുകയാണ്, അവർ യോഗ്യന്മാർ ആകയാൽ. സ്തോത്രം. എന്താണ് അവരുടെ യോഗ്യത? 2 പ്രധാനപ്പെട്ട യോഗ്യതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 പ്രധാനപ്പെട്ട യോഗ്യതകൾ. ഒന്നാമത്തെ യോഗ്യത, കർത്താവായ യേശുവിന്റെ രക്തത്താൽ അവരുടെ അങ്കികൾ അവർ വെളുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതിന്റെ 5-ാമത്തെ വാക്യമാണല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഒന്നും കൂടെ ആ വാക്യം വായിച്ചാട്ടെ. അവർ യോഗ്യന്മാരായാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. നാം അവിടെ കാണുന്നു, അവർ യോഗ്യന്മാരാകയാൽ. ആ ഏറ്റുപറച്ചിൽ കർത്താവ് നടത്തും, അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു പ്രഖ്യാപനം, നാം യോഗ്യന്മാരാണ് എന്നുള്ളത്. എന്താണ് നമ്മുടെ യോഗ്യത? എങ്ങനെയാണ് നാം യോഗ്യന്മാരാകുന്നത്? ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമുക്ക് നമ്മുടേതായ രീതികളിൽ സ്വയമായി യോഗ്യരാകാൻ സാധ്യമല്ല. നാം ഒക്കെ അശുദ്ധരായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. നമ്മൾ സാധാരണ പറയുന്നത് പോലെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ച് കുടിക്കുന്നവരായിരുന്നു. We were dead in trespasses and sins. We were unworthy to approach the throne of grace. We were unworthy to approach the most holy God.
We were unrighteous to draw near unto the righteous one. നീതിമാനായ ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ അനീതിയുള്ളവരായ നാം അയോഗ്യരായിരുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ അശുദ്ധിയിൽ ജീവിച്ചിരുന്ന നമുക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. പാപികളായ നമുക്ക് പരിശുദ്ധന്റെ അടുക്കൽ വരുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ നമുക്ക് യാതൊരു യോഗ്യതകളും ഇല്ലായിരുന്നു. പ്രവാചകൻ പറയുന്നത് പോലെ നമ്മുടെ നീതിപ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയായിരുന്നു. സ്തോത്രം. Whatever we did as righteous works, all of them were stained just like stained garments. അങ്ങനെയുള്ള നമുക്ക്, യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമുക്ക് എങ്ങനെയാണ് യോഗ്യന്മാർ എന്ന പദവി ലഭിക്കുന്നത്? സ്തോത്രം. നാം പാപത്തിൽ, അശുദ്ധിയിൽ, അധർമ്മത്തിൽ, അനീതിയിൽ ജീവിച്ചിരുന്നവരായി ഒരു തരത്തിലും സ്വയമായ നീതിപ്രവർത്തികളാൽ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ, സ്തോത്രം, നാം യോഗ്യരായത് ഒന്നാമത്തെ ഘടകം യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ്. ആ രക്തത്തിൽ നമ്മുടെ അങ്കികൾ അലക്കുവാൻ, വെളുപ്പിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളതാണ്. ഇതിനു മുൻപും നാം ഒരിക്കൽ വായിച്ച ആ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. 7-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 7:14. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇത് മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരുടെ ഒരു ചിത്രമാണ്. ഇറ്റ്സ് അബൌട്ട് ദ ട്രിബുലേഷൻ സീൻസ്. മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരുടെ ഒരു ചിത്രമാണ്, ഒരവസ്ഥയാണിത്. സ്തോത്രം. അതിൽ വെള്ള നിലയങ്കി ധരിച്ച എണ്ണമറ്റൊരു പുരുഷാരം, 9-ാമത്തെ വാക്യം മുതൽ നമ്മളന്ന് കണ്ടതാണല്ലോ. അപ്പോഴാണ് 13-ാമത്തെ വാക്യത്തിൽ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിച്ചത്, ഇവരാരാ, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നിനക്ക് വല്ല അറിവുണ്ടോ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, യജമാനൻ അറിയാമല്ലോ, എനിക്കറിയത്തില്ല. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് പറഞ്ഞതാണ്, ഈ വെള്ള നിലയങ്കി ധരിച്ച ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഈ വലിയ പുരുഷാരം, വെള്ള നിലയങ്കി എങ്ങനെ അവർക്ക് ലഭിച്ചു? കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അവർ അലക്കി വെളുപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ഏറ്റവും ഒന്നാമത്തേത് എന്താണ്? ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൽ നാം ശുദ്ധരായി തീർന്നു എന്നുള്ളതാണ്. യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. സ്തോത്രം. ശുദ്ധീകരണം. നാം എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. എന്താ ഈ പുണ്യാഹ രക്തം എന്നുള്ളതിന്റെ അർത്ഥം? The blood that cleanses us. നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം എന്നാണ് അർത്ഥം. സ്തോത്രം. പുണ്യാഹ രക്തത്തിന്റെ അർത്ഥം നമ്മുടെ മേൽ തളിച്ച് നമ്മെ കഴുകുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. സ്തോത്രം. അതുമായി ബന്ധപ്പെട്ട പല പദങ്ങളുണ്ട്. ആ പദങ്ങളുടെയൊക്കെ
വിശദീകരണത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. സ്തോത്രം. പല പദങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ 2-3 പദങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പണ്ട് നോക്കിയിട്ടുള്ളതാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ നോക്കിക്കോളൂ. Ephesians 5:22 ഫോളോയിങ്. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും വായിച്ചു. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭാര്യമാരോടുള്ള ഉപദേശം നമുക്ക് വിവാഹ വേദികളിലൊക്കെ ഇങ്ങനെ പായിച്ച് കേൾപ്പാൻ സാധിക്കാറുണ്ട്. അടുത്തത് നോക്കണേ, ഭർത്താക്കന്മാരോട് എന്താ പറയുന്നതെന്ന്. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. കണ്ടോ, 2 പദങ്ങൾ: വെടിപ്പാക്കുക, ശുദ്ധീകരിക്കുക. പിന്നെ കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. കണ്ടോ, അവിടെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങൾ: കഴുകുക, വെടിപ്പാക്കുക, ശുദ്ധീകരിക്കുക, തേജസ്കരിക്കുക എന്നൊക്കെയുള്ള പല പദങ്ങൾ അവിടെയുണ്ട്. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി തീർക്കുക. സ്തോത്രം. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ശുദ്ധീകരണത്തെ കുറിച്ച്. ചോരത്തളി, ശുദ്ധീകരണം. 1 പത്രോസ് 1-ന്റെ 19-ാമത്തെ വാക്യത്തിൽ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അവിടെ വീണ്ടെടുപ്പ്. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ ഒരു അനുഭവമാണ് നാം യോഗ്യന്മാരാവുക എന്നുള്ളത്. സ്തോത്രം. നമ്മുടെ യോഗ്യത യേശുവിന്റെ യോഗ്യതയാണ്. നമ്മുടെ യോഗ്യത ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ യോഗ്യത ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. സ്തോത്രം. The initiation of our worthiness is from the cross of Christ. Because of the shed blood of Jesus on the cross, we are washed. We are cleansed. We are redeemed. We are sanctified. Praise God. യേശു ക്രൂശിൽ ചൊരിഞ്ഞ പ്രായശ്ചിത്ത രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അതിനാൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു, കഴുകൽ പ്രാപിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ നമ്മുടെ യോഗ്യതയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം യേശുവിന്റെ ക്രൂശാണ്. ആ യേശുവിന്റെ ക്രൂശിലൂടെ ദൈവം, അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ദൈവം നീതീകരണം നൽകുന്നു. സ്തോത്രം. നീതീകരണം നൽകുന്നു. അപ്പോൾ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന
നീതീകരണമാണ്. സ്തോത്രം. റോമാലേഖനം 3:24 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. സ്തോത്രം. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ 24-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ദൈവം നമ്മെ നീതീകരിക്കുന്നു എന്ന്. സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗജന്യമായ നീതീകരണമാണ്. സൗജന്യമായ നീതീകരണമാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നീതീകരണം എന്താണെന്ന് ഓർമ്മ കാണും, ഒരു പക്ഷെ മറന്നുപോയിട്ടില്ലായിരിക്കുമല്ലോ. വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? Legally declaring us righteous before God. എന്താ മോളെ? once again please. Legally declaring us righteous before God. Yes. It is a declaration by the Supreme Judge, God Himself, about a repenting and a believing sinner that he is more than forgiven. That means he is more a person who never has sinned. And God, the divine court, declaring a sinner, he is as righteous as Christ Himself. Praise God. എന്താണ് നീതീകരണം? പാപക്ഷമയേക്കാൾ വലുതാണത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീതീകരണം എന്ന് പറഞ്ഞാൽ പാപക്ഷമയേക്കാൾ ഏറെ വലുതായതാണ്. സ്തോത്രം. പാപം ക്ഷമിച്ചു എന്ന് പറയുന്നതല്ല, പകരം കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗീയ കോടതിയുടെ ഒരു പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപിക്കുന്നത്? He is not at all a sinner, not even a forgiven sinner, but the heavenly court declares this person who believes in my righteous son Jesus, he is not at all a sinner. എന്റെ നീതിമാനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ പാപിയേ അല്ല. എന്റെ പുത്രൻ എങ്ങനെ നീതിമാനായിരിക്കുന്നുവോ അങ്ങനെ നീതിയുള്ളവനാണ് ഈ മനുഷ്യൻ എന്ന പ്രഖ്യാപനമാണ്, സ്വർഗീയ കോടതിയുടെ പ്രഖ്യാപനമാണ്, അത്യുന്നത ന്യായാധിപനായ ദൈവത്തിന്റെ ഉദ്ഘോഷണമാണ് നീതീകരണം. യേശുക്രിസ്തുവിലേക്ക് നമ്മെ ഇറക്കി നിർത്തി നമ്മെ പിതാവായ ദൈവം നീതിമാന്മാർ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഏറ്റവും ആത്യന്തികമായി നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനം എന്താണ്? യേശുക്രിസ്തുവിൽ നാം
നീതീകരിക്കപ്പെടുന്നു എന്നത്. യേശുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത്. യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന പാപമോചനം. ആ രക്തത്താൽ നമ്മുടെ അങ്കികൾ അലക്കി വെളുപ്പിക്കുന്നു. സ്തോത്രം. അതാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. 9:13 and 14 ഹീബ്രൂസ്. എബ്രായർ 9:13-14. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ യാഗമൃഗങ്ങളുടെ രക്തവും ആണ്ടിലൊരിക്കൽ ദൈവകൽപ്പനയാൽ യാഗം കഴിച്ച് യാഗവേദിയിൽ ചുട്ട പശുവിന്റെ ഭസ്മവും ഒക്കെ കലക്കിയ വെള്ളം ഇസ്രായേൽ ജനത്തിന്റെ മേൽ തളിച്ച് അവരുടെ ഒരു വർഷത്തെ പാപം പോക്കുമായിരുന്നു. ലേഖകൻ ചോദിക്കുകയാണ്, അങ്ങനെ മൃഗങ്ങളുടെ രക്തവും ഈ പ്രത്യേക വെള്ളവുമൊക്കെ ജഡീക ശുദ്ധി വരുത്തിയിരുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ സൗരഭ്യമായ വാസനയായി അർപ്പിച്ച ദൈവകുഞ്ഞാടായ യേശുവിന്റെ രക്തം നമ്മെ എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ഗാഡ്. നമുക്കിന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാനുള്ള യോഗ്യത ലഭിച്ചത് ഈ രക്തത്താലാണ്. സ്തോത്രം. ഇതാണ് നമ്മുടെ യോഗ്യതയുടെ ഒന്നാമത്തെ ഘടകം, രക്തത്താലുള്ള ശുദ്ധീകരണം. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഇന്നും ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും, സ്തോത്രം, ഈ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, സ്തോത്രം, ഇന്നും യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. ആ കുഞ്ഞാടിന്റെ രക്തം ഇന്നും ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്നതാണ്. ആ രക്തത്താലുള്ള കഴുകലും ശുദ്ധീകരണവും പ്രാപിച്ചവരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നാം യോഗ്യരാകട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുന്നു. യോഗ്യതയുടെ ഒരു ഭാഗവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ യോഗ്യതയുടെ മറ്റൊരു സംഗതി എന്താണ്? If we are washed, if we are cleansed, if we are justified, the second part, let me just summarize all of them together as maintaining that justification, maintaining that cleansing by a life worthy of the gospel of the Lord, of repentance and so on, as we learned yesterday. ബാക്കിയുള്ള എല്ലാ ഭാഗവും കൂടെ ഒരൊറ്റ പദത്തിൽ ക്രോഡീകരിക്കാം. അതായത് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നാം പ്രാപിച്ചതാണ് നമ്മുടെ യോഗ്യതയുടെ ഒന്നാമത്തെ ഘടകമെങ്കിൽ, അതിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ യോഗ്യതയെ, ആ നീതീകരണത്തെ നാം നിലനിർത്തുക എന്നുള്ളതാണ്. മെയിൻറ്റെയിനിങ് ദാറ്റ് ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റിഫൈഡ് സ്റ്റേറ്റ്. ആ ശുദ്ധീകരിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട അവസ്ഥ
നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഘടകം, ആരോ അൺമ്യൂട്ടാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. സ്തോത്രം. സിനിമോഹൻ ബ്രദർ ഒന്ന്. പ്രൈസ് ഗാഡ്. അപ്പൊ മനസ്സിലാക്കണേ, ദൈവം നമ്മെ പുത്രന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി നിർമ്മലീകരിച്ചു, നീതീകരിച്ചു. ഇനിയും എങ്ങനെയാണ് നാം യോഗ്യരാകുന്നത്? ആ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിലനിൽക്കുക. മെയിൻറ്റെയിനിങ് ദാറ്റ് justice and righteousness, cleansing and sanctification, so also eventually growing in that justification and sanctification, growing to perfection. സ്തോത്രം. നാം യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചെങ്കിൽ, നീതീകരണം പ്രാപിച്ചെങ്കിൽ, ആ നീതീകരണത്തിലും വിശുദ്ധീകരണത്തിലും നിലനിൽക്കുക. ഒപ്പം അതിൽ വളർന്നു വരിക. സ്തോത്രം. വളർന്നു വരിക. 19 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. റെവലേഷൻ 19, വെളിപ്പാട് 19-ന്റെ 7-8. 19, 7 and 8. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ നീതിപ്രവർത്തികൾ. അവരുടെ വിശേഷമായ വസ്ത്രം ഇതിന് ലഭിച്ചിരിക്കുന്നു. എന്താണത്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ അതേ വിശുദ്ധിയുടെ അടിയിൽ നിലനിൽക്കുക. 2, അതിൽ തന്നെ വളരുക. സ്തോത്രം. അതാണ് നാം വെളിപ്പാട് 3-ൽ വായിക്കുന്നത്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട്, സ്തോത്രം, കർത്താവിനോട് കൂടെ നടക്കും. അവർ യോഗ്യന്മാരാകയാൽ. യോഗ്യത ഉടുപ്പ് മലിനമാകാതെ വെള്ളയായി സൂക്ഷിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഉടുപ്പ്, നമ്മുടെ ജീവിതം എന്ന വസ്ത്രം വെള്ളയാകുന്നത്? കുഞ്ഞാടന്റെ രക്തത്താൽ കഴുകുന്നതിലൂടെ. 2, വിശുദ്ധ ജീവിതത്തിന് നീതിയിൽ വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നതിലൂടെ. സ്തോത്രം. ഇങ്ങനെയാണ് നമുക്ക് യോഗ്യരാകുവാൻ സാധിക്കുക. സ്തോത്രം. ശബ്ദം വ്യക്തമാണോ? കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, എന്തെങ്കിലും കുഴപ്പമില്ല പാസ്റ്റർ ഇപ്പോൾ. ഓക്കെ. സ്തോത്രം. ഇപ്പം വ്യക്തമാണോ? യെസ് പാസ്റ്റർ. പ്രൈസ് ഗോഡ്. അപ്പോൾ
യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും നമ്മുടെ വിശുദ്ധ ജീവിതവും. ഇത് രണ്ടുമാണ് ആത്യന്തികമായി നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. നാം വിശുദ്ധരായിട്ട് ജീവിക്കുന്നത് അവൻ നമ്മെ ആദ്യം വിശുദ്ധീകരിച്ചതുകൊണ്ടാണ്. സ്തോത്രം. കർത്താവ് നമ്മെ ആദ്യം വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് നാം വിശുദ്ധരായിട്ട് ജീവിക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മെ നീതിമാന്മാർ എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് നമുക്ക് നീതിയായി ജീവിക്കുവാൻ സാധിക്കുന്നത്. ദൈവം നമ്മെ തിരുസന്നിധിയിലേക്ക് അടുപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് തിരുസന്നിധിയോട് അടുത്തു വരുവാൻ കഴിയുന്നത്. സ്തോത്രം. അല്ലായിരുന്നെങ്കിൽ നമുക്കിതിന് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ യോഗ്യത. നാം എങ്ങനെ യോഗ്യന്മാരായിത്തീരുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ വിശദീകരണം വല്ലതും വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ശുദ്ധീകരിക്കുന്നത് നല്ല ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ് കൊണ്ടൊക്കെ കഴുകി അതിനെ കുളിപ്പിക്കുമ്പോഴാണ്. കുളിപ്പിച്ചിട്ട് നല്ല തുണിയൊക്കെ ഇടിവിച്ച് ക്രീമും പൗഡറും ഒക്കെ പുരട്ടി കട്ടിലേലോ മെത്തയിലോ ഒക്കെ ഇരുത്തിയിട്ട് പറയും, ഇനിയും കുഞ്ഞ് അഴുക്കിലേക്ക് പോകല്ലേ. ഇപ്പൊ കുഞ്ഞ് സുന്ദരൻ അല്ലെ സുന്ദരിയായല്ലോ, ഇനിയും അഴുക്കിലേക്ക് ഇറങ്ങല്ലേ. ഇതുപോലെ അഴുക്കുചാലിൽ കിടന്നിരുന്ന നമ്മെ കർത്താവ് തന്റെ രക്തം കൊണ്ട് കുളിപ്പിച്ചിരുത്തി. എന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു, നീ ഇനിയും പാപം ചെയ്യരുത്. സ്തോത്രം. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. നമുക്കൊന്നും ചെയ്യാനില്ല, ദൈവം മുഴുവനും ചെയ്തോളും എന്ന ഭാഗവും തെറ്റാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്ത് യോഗ്യന്മാരാകണം എന്നുള്ള ഭാഗവും തെറ്റാണ്. ടോട്ടാ സ്ക്രിപ്തൂര, മുഴുവനായ ദൈവവചനത്തിന്റെ ഈ ഉപദേശത്തിൽ നാം നിലനിൽക്കേണ്ടതുണ്ട്. സ്തോത്രം. അങ്ങനെയാണ് നാം യോഗ്യന്മാരാകുന്നത്. സ്തോത്രം. കർത്താവിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവന്റെ വചനത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോഴാണ് നാം കർത്താവിനോട് കൂടെ നടക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുന്നത്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം, ഒന്നാമത്തെ വാഗ്ദത്തം, നാം യോഗ്യന്മാരെന്ന് കർത്താവ് നമ്മെ പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. അത് നാം സ്വയം പ്രാപിക്കുന്നതല്ല. ഹിന്ദിയിൽ ഞങ്ങളൊരു പാട്ട് പാടാറുണ്ട്. തിരുവത്താഴ് വേളയിലാണ് കൂടുതലും അത് പാടുക. കോയി ഖൂബി നഹി, കോയി ഖൂബി നഹി. അല്ലെങ്കിൽ ചിലർ അതിനെ പാടുന്നത് കോയി കരം ഭീ നഹി ഥാ, കോയി ധരം ഭീ നഹി ഥാ. കർമ്മമോ ധർമ്മമോ അല്ല നമ്മെ യോഗ്യരാക്കുന്നത്. സ്തോത്രം. യാതൊരു യോഗ്യതകളും നമ്മുടേതായി പറയുവാൻ നമുക്കില്ല. നമുക്ക് ലഭിച്ചത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് ലഭിച്ചത് മാത്രമേ ഉള്ളൂ. നാം അശരണരായി, നാം അശുദ്ധിയിൽ നിസ്സഹായരായി കിടന്നിരുന്ന കാലം ഓർക്കുക. എന്നാൽ നമ്മുടെ ആ കിടപ്പിൽ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നിയിട്ട്
തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. യേശുവിന്റെ മരണം നമുക്ക് യോഗ്യതയായി മാറി. സ്തോത്രം. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ളത് പോലെ പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിയാത്ത, പാപമില്ലാത്ത, പാപികളോട് വേർപെട്ട, ഒരിക്കലും പാപക്ഷമയ്ക്കു വേണ്ടി പ്രാർത്ഥന കഴിക്കേണ്ടി വന്നിട്ടില്ലാത്ത, ഒരിക്കലും ഒരു പാപയാഗം അർപ്പിക്കേണ്ടി വന്നിട്ടില്ലാത്ത, ആരും ഒരിക്കലും ഒരു പാപത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടില്ലാത്ത നമ്മുടെ പരിശുദ്ധനായ കർത്താവായ യേശുവിന്റെ നീതിയും യോഗ്യതയും നമ്മുടെ പേരിൽ ദൈവം കണക്കിടുകയാണ്. സ്തോത്രം. നമ്മുടെ പാപമെല്ലാം യേശുവിന്റെ പേരിലാക്കിയിട്ട് യേശുവിന്റെ നീതിയെല്ലാം നമ്മുടെ പേരിലുമാക്കി. സ്തോത്രം. പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ ഈ ഒരു എക്സ്ചേഞ്ച്, ഈ ഒരു കൈമാറ്റം നടന്ന സ്ഥലമാണ് കാൽവറി. നമ്മുടെ പാപം യേശുവിന്റെ മേലും ചുമത്തി, യേശുവിന്റെ നീതി നമ്മുടെ മേലും ചുമത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് കാൽവറി. So cross is the place where a very extreme, സ്തോത്രം, exchange has been happened. Extreme, സ്തോത്രം, exchange, supreme exchange, exchanging human sins upon Christ and his righteousness upon humanity. സ്തോത്രം. ഇതാണ് കാൽവറിയിൽ നടന്നത്. അങ്ങനെയാണ് നാം യോഗ്യരായി തീർന്നത്. നാം, സ്തോത്രം, yes of course, 2 Corinthians 5:21, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നാം നിമിത്തം, സ്തോത്രം, അല്ലെ നമുക്ക് വേണ്ടി പാപമാക്കി. സ്തോത്രം. He was made sin for us. Jesus was made sin for us. Also in 1 Peter 2:24, Peter says Jesus took upon him our cross. 1 Petros 2:24 നാം അത് വായിക്കുന്നുണ്ട്. യേശു നമ്മുടെ പാപമെല്ലാം തന്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്തോത്രം. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് വെളിപ്പാട് 19 നമ്മൾ വായിച്ച വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താണ്? സ്തോത്രം. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നീതീകരിക്കപ്പെടാനോ പാപമോചനം പ്രാപിക്കുവാനോ ചെയ്യുന്ന പ്രവർത്തികൾ പ്രാപിച്ചതുകൊണ്ടും നീതീകരിക്കപ്പെട്ടതുകൊണ്ടും പാപമോചനം ലഭിച്ചതുകൊണ്ടും ചെയ്യുന്ന വിശുദ്ധമായ ജീവിത ശൈലിയാണത്. ചില ക്രൈസ്തവ വിഭാഗങ്ങളും ചില മതവിഭാഗങ്ങളും പറയുന്നത് പോലെ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ചെയ്യുന്ന വല്ല നീതി പ്രവർത്തികളുമല്ല. അങ്ങനെ ഒന്നില്ല. റോമർ 3:27 മുതൽ പൗലോസ് ചോദിക്കുന്നു, നീതീകരണം ഏതു മാർഗത്താൽ? വിശ്വാസമാർഗത്താലോ അതോ കർമ്മമാർഗത്താലോ? പൗലോസ് ഇവിടെ പറയുന്നു വിശ്വാസമാർഗത്താൽ തന്നെ, കർമ്മങ്ങളാലല്ല. അപ്പോൾ വെളിപ്പാട് 19 പറയുന്ന നീതിപ്രവർത്തികൾ എന്നുള്ളത് കർമ്മമാർഗമല്ല. അവിടെ പറയുന്ന നീതിപ്രവർത്തികൾ വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട്
നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികളാണ്. എഫേസ്യർ 2:10 നാം അത് വായിക്കുന്നു. സൽപ്രവർത്തികൾക്കായി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആ സൽപ്രവർത്തികൾ കഴുകൽ പ്രാപിച്ചതുകൊണ്ട്, കഴുകൽ പ്രാപിക്കാനല്ല, ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട്, ശുദ്ധീകരണം പ്രാപിക്കാനല്ല, നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നീതീകരണം പ്രാപിക്കാനല്ല. സ്തോത്രം. അതാണ് അവിടുത്തെ നീതിപ്രവർത്തികൾ. അവിടെ എന്ത് എന്നതിനേക്കാൾ എന്തല്ല എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ യുക്തമായിരിക്കുന്നത്. സ്തോത്രം. ഇത്രയും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. സ്തോത്രം. യെസ് പാസ്റ്റർ. എങ്കിൽ പ്രിയരെ, ഓക്കെ, എങ്കിൽ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കാതെ, സ്തോത്രം, എബ്രായ ലേഖനം 10:26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പിന്മാറ്റക്കാരെ കുറിച്ച് തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുക. അങ്ങനെ നാം ഒരിക്കലും ചിന്തിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ടൊരിക്കലും ആക്കി തീർക്കാതെ, നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തത്താൽ ഉള്ള ശുദ്ധീകരണത്തിൽ നിലനിൽക്കുന്നവരായി, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി, വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. നമ്മെ പുത്രന്റെ ചോര കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച ആ യോഗ്യതയിൽ നമുക്ക് നിലനിൽക്കാം. അതിന് ദൈവം ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ വീണ്ടും ശുദ്ധീകരിച്ച് കർത്താവിന്റെ വരവനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.